മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടാകില്ലെന്ന് വ്യക്തമായതോടെ കോട്ടയം സീറ്റിന് പുറമെ വീണ്ടും സീറ്റ് ആവശ്യം ഉന്നയിക്കേണ്ടെന്ന് കേരള കോൺഗ്രസിനുള്ളിൽ ധാരണ. പരിഗണിച്ചില്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുക്കുകയാണ് PJ ജോസഫ്. പിളർപ്പ് ഒഴിവാക്കാൻ വിട്ടുവീഴ്ചകൾക്കുള്ള ആലോചനകൾ മാണി ക്യാമ്പിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ നാളെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരും. പിളരും തോറും വളരുന്ന പാർട്ടി എന്ന വിശേഷണം പോലെയാകില്ല ഇനിയൊരു പിളർപ്പുണ്ടായാൽ കേരള കോൺഗ്രസിന്റെ ഭാവി എന്ന വിലയിരുത്തലിലാണ് ഇരു ഗ്രൂപ്പുകളും. മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ച ജോസഫിനെ സഭാ നേതൃത്വങ്ങളെ ഉപയോഗിച്ച് പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല. കേരള കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ തനിയെ മത്സരിച്ചോളാമെന്ന് തന്നെയാണ് ജോസഫ് KM മാണിക്ക് മുന്നിൽ തുറന്നടിച്ചത്. പിളർപ്പിലേക്ക് നീങ്ങിയാൽ അത് നാശത്തിന്റെ മുന്നോടിയായിരിക്കുമെന്ന തിരിച്ചറിവിൽ മാണി ഗ്രൂപ്പ് മധ്യസ്ഥ ചർച്ചകൾ സജീവമാക്കി. രാജ്യസഭാ സീറ്റ് തട്ടിയെടുത്തതിന്റെ പേരിൽ പിന്നിൽ നിന്ന് കുത്താൻ ഒരുങ്ങി നിൽക്കുന്ന കോൺഗ്രസിനൊപ്പം PJ ജോസഫും ചേർന്നാൽ ഉറച്ച സീറ്റായ കോട്ടയത്ത് നാണം കെടേണ്ടി വരുമെന്നാണ് മാണി ക്യാമ്പിന്റെ ഭീതി. ഇതോടെ ജോസഫിന് സീറ്റ് കൊടുത്തായാലും പാർട്ടിയുടെ മാനം കാക്കാനാണ് അനുനയ നീക്കങ്ങളുമായി മാണി രംഗത്തെത്തിയത്. പാർലമെന്ററി പാർട്ടി യോഗത്തിനു ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചേരും. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മേൽക്കൈ ഉപയോഗിച്ച് ജോസഫിനെ മറികടക്കാമെങ്കിലും യോഗശേഷം ജോസഫ് പുറത്തുവന്ന് നടത്തിയേക്കാവുന്ന പ്രതികരണങ്ങൾ മാണി വിഭാഗം ഭയപ്പെടുന്നുണ്ട്. കോട്ടയത്ത് LDF NDA സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിയതോടെ അധികം നീട്ടാതെ പ്രശ്നപരിഹാരം കാണാൻ UDF-ഉം നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി ഉന്നതാധികാര സമിതിയെ ചുമതലപ്പെടുത്തി യോഗങ്ങൾ പിരിയാനാണ് സാധ്യത. പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതെ KM മാണി ജോസഫിന് വഴങ്ങിക്കൊടുത്തേക്കുമെന്ന സൂചനയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. 24 കോട്ടയം.